2023 പുറത്തിറങ്ങിയ ലാസ്റ്റ് ഓഫ് അസ് എന്ന സീരീസിന്റെ സീസൺ 1 4ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണിത്. ആദ്യ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. സീരീസിന്റെ എപ്പിസോഡുകളുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സീരീസിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ബില്ലിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു പെട്രോൾ പമ്പിൽ എത്തിയിരിക്കുന്നതാണ്. ഇതിനിടെ എല്ലി ബില്ലിന്റെ വീട്ടിൽ നിന്നും ജോയൽ കാണാതെ എടുത്ത ഗണ്ണ് വെച്ച് കളിക്കുകയും അവൻ കാണാതെ അത് ബാഗിലിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ജോയൽ ആണെങ്കിൽ പമ്പിൽ പെട്രോൾ ഇല്ലാത്തത് കൊണ്ട് അടുത്തുള്ള വണ്ടിയിൽ നിന്നൊക്കെ പെട്രോൾ ക്യാനിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ എല്ലി ഇത്രയൊക്കെ പെട്രോൾ പോരെ എന്ന് ചോദിക്കുമ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ ഇത്ര പോലും വേണ്ടായിരുന്നു, ഒരു ഫുൾ ടാങ്ക് വെച്ച് 12 മണിക്കൂറൊക്കെ സുഖമായിട്ട് ഓടുമായിരുന്നു എന്നൊക്കെ ജോയൽ പറയുകയും ഇപ്പോൾ പെട്രോളൊക്കെ കേടായി വെള്ളം പോലെ ആയെന്നൊക്കെ ജോയൽ പറയുകയും ചെയ്യുന്നു. ശേഷം അവർ വണ്ടിയിലേക്ക് കയറി അവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ എല്ലി ബില്ലിന്റെ വീട്ടിൽ നിന്നും എടുത്ത കാസറ്റ് ജോയലിന് കൊടുക്കുകയും പാട്ട് വെക്കാൻ പറയുകയും ചെയ്യുന്നു. അതോടെ ജോയൽ ഇത് എന്റെ കാലത്തിന് മുന്നേ ഉള്ള കാസറ്റ് ആണെന്നൊക്കെ പറയുകയും അവിടെ നിന്നും ഒരുപാട് ദൂരേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പാട്ടൊക്കെ കേട്ട് ഒരുപാട് യാത്ര ചെയ്യുകയും ഇതിനിടെ വൈകുന്നേരമായപ്പോൾ ഇന്ന് ഇത്രയും മതി എന്ന് പറഞ്ഞ് ജോയൽ വണ്ടി അടുത്തുള്ള കാട്ടിലേക്ക് കയറ്റുകയും അവിടെ നിർത്തുകയും ചെയ്യുന്നു. ശേഷം അവരവിടെ ഇറങ്ങുകയും ബില്ലിന്റെ വീട്ടിൽ നിന്നും എടുത്ത സാധനങ്ങളൊക്കെ വെച്ച് ജോയൽ ഫുഡ് ഉണ്ടാക്കുകയും അത് ആക്രാന്തത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിയെ കഴിച്ചാൽ മതിയെന്ന് ജോയൽ പറയുകയും ഇത് പതുക്കെയാണെന്ന് അവൾ പറയുകയും ചെയ്യുന്നു. ശേഷം അവൾ ഇതെന്താണ് സാധനമെന്ന് ചോദിക്കുകയും അതോടെ ഇത് 20 വർഷം പഴക്കമുള്ള ഒരു സാധനമാണെന്ന് ജോയൽ പറയുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലി പറയുകയും അതോടെ എനിക്കും തോന്നിയെന്ന് ജോയൽ പറയുകയും ചെയ്യുന്നു. ശേഷം എല്ലി നമ്മൾ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കുകയും ഇന്ന് ഇവിടെ ഉറങ്ങി നാളെ രാവിലെ എഴുന്നേറ്റ് പോകാമെന്നും ജോയൽ പറയുമ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട്, നമുക്കിവിടെ തീയിട്ടാലോ എന്ന് എല്ലി ചോദിക്കുമ്പോൾ വേണ്ട എന്ന് ജോയൽ പറയുകയും അതോടെ തീയിട്ടാൽ സോംബികൾ വരുമോ എന്ന് എല്ലി ചോദിക്കുമ്പോൾ സോംബികളല്ല വരിക, മനുഷ്യന്മാരാണ് വരിക എന്ന് പറയുമ്പോൾ മനുഷ്യൻ വന്നാൽ എന്താ, അവർ നമ്മളെ കൊള്ളയടിക്കുമോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ കൊള്ളയല്ല അടിക്കുക, കൊന്നുകളയുമെന്ന് ജോയൽ പറയുന്നു. അതോടെ രാത്രിയായതും പുതപ്പൊക്കെ പിരിച്ച് അവർ കിടക്കുകയും ഇതിനിടെ ജോയൽ ആണെങ്കിൽ ഗണ്ണൊക്കെ ലോഡ് ചെയ്ത് അവിടെ കിടക്കുകയും ചെയ്യുന്നു. ശേഷം എല്ലി ഓരോ കോമഡികളൊക്കെ പറയുമ്പോൾ ജോയൽ അവളോട് കിടന്നുറങ്ങാൻ പറയുകയും എന്നാൽ ഇതിനിടെ ഇവിടെ സേഫ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്നൊക്കെ എല്ലി ചോദിക്കുകയും അതോടെ ജോയൽ സേഫ് ആണ്, നീ ഉറങ്ങിക്കോ എന്ന് പറയുകയും അതോടെ എല്ലി കിടന്നുറങ്ങുകയും ചെയ്യുന്നു. അവൾ സേഫ് ആണോ എന്ന് ചോദിച്ചതോടെ ജോയലിന്റെ ഉറക്കം പോവുകയും അവൾക്ക് വേണ്ടി അവൻ കാവൽ നിൽക്കുകയും ചെയ്യുന്നു. ജോയലിന് ഇപ്പോൾ എല്ലിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. ജോയൽ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. അവൻ എണീറ്റ് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലി അവിടെ എന്തോ ഉണ്ടാക്കുന്നത് കാണുകയും അതോടെ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കോഫിയാണെന്ന് ജോയൽ പറയുന്നു. അതോടെ അവർ ശരിയായി അവിടെ നിന്നും പോവാൻ തുടങ്ങുന്നു. ഇതിനിടെ കോഫിയുടെ മണം കൊള്ളത്തില്ല എന്ന് എല്ലി പറയുമ്പോൾ ജോയൽ അത് വലിച്ചു കുടിക്കുകയും ശേഷം മാപ്പ് ശ്രദ്ധിക്കാനും പറയുന്നു. അതോടെ എല്ലി നിങ്ങളുടെ സഹോദരൻ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ കോടിക്കടുത്തുള്ള ഒരു ടവറിൽ നിന്നാണ് അവൻ അവസാനമായി കോണ്ടാക്ട് ചെയ്തത്. അതോടെ കോടി എന്ന സ്ഥലത്തേക്ക് ഒരുപാട് ദൂരം ഇനിയും പോവാനുണ്ടെന്നൊക്കെ എല്ലി പറയുകയും ഇനി അഥവാ അവനവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് എല്ലി ചോദിക്കുമ്പോൾ അവനിപ്പോ ഫയർഫ്ലൈസ് ഒക്കെ വിട്ട് അവിടെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നു എന്നാണ് എനിക്ക് വിവരം കിട്ടിയതെന്ന് ജോയൽ പറയുമ്പോൾ ടോമി നിങ്ങളുടെ ചേട്ടനാണോ എന്നൊക്കെ എല്ലി ചോദിക്കുമ്പോൾ അവനെന്റെ അനിയനാണെന്ന് ജോയൽ പറയുകയും അതോടെ അവനെന്തിനാണ് നിങ്ങളുടെ കൂടെ നിൽക്കാതെ വിട്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വലിയ കഥയാണെന്ന് ജോയൽ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട്, നിങ്ങൾ കഥ പറ എന്ന് എല്ലി പറയുമ്പോൾ ജോയൽ അത് പറയാൻ തുടങ്ങുന്നു. ടോമി പ്രത്യേക ഒരു ടൈപ്പാണ്, എല്ലാ പ്രശ്നത്തിലും പോയി തലയിടുന്നൊരുത്തൻ. അവനൊരു ഹീറോ ആവാനാണ് അവന്റെ ആഗ്രഹം. അങ്ങനെ ഹൈസ്കൂൾ കഴിഞ്ഞതും അവൻ പോയി പട്ടാളത്തിൽ ചേർന്നു. പക്ഷെ അവിടെ അവന് സെറ്റായില്ല. അതോടെ അവൻ പട്ടാളം വിട്ട് ജോലിയൊന്നും ഇല്ലാതെയായി. പിന്നീട് ഈ ഫംഗസ് വന്നു. അതോടെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ബോസ്റ്റണിലേക്ക് പോകുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഞങ്ങളും കൂടി. അതോടെ അവിടെ വെച്ച് ടെസ്സിനെ കണ്ട് ടെസ്സുമായിട്ടൊക്കെ കമ്പനിയായി. പിന്നീട് ടോമി ആണെങ്കിൽ മെർലിനെ കണ്ട് ഈ ലോകം രക്ഷിക്കാൻ വേണ്ടി അവൻ ഫയർഫ്ലൈസ് ആയി. അങ്ങനെയാണ് അവൻ ബോസ്റ്റൺ വിട്ടുപോയത്. ഇപ്പോ ഫയർഫ്ലൈസും അവൻ വിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അവൻ ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ജോയൽ പറയുന്നു. അതോടെ പഴയതുപോലെയൊക്കെ ഈ ഭൂമി മാറുമോ എന്ന് എല്ലി ചോദിക്കുമ്പോൾ സാധ്യതയില്ല എന്ന് ജോയൽ പറയുകയും അതോടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനിടെ എല്ലി ഉറങ്ങിപ്പോകുന്നു. ശേഷം എല്ലി കുറച്ചു സമയം കഴിഞ്ഞ് എണീറ്റ് നോക്കുമ്പോൾ റോഡിലൊക്കെ മുഴുവൻ വണ്ടിയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുകയും ഇതിനിടെ ജോയൽ മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി നോക്കുകയും ഇതിനിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ജോയലിന് മനസ്സിലാവുകയും ചെയ്യുന്നു. അതോടെ ജോയൽ വണ്ടിയിൽ വന്ന് തിരിച്ചു കയറുകയും ശേഷം മാപ്പ് നോക്കി നമുക്കിനി ചുറ്റിപ്പോകണമെന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിന്നും തിരിക്കുകയും വേറെ ഒരു വഴിയിലൂടെ പോവുകയും ചെയ്യുന്നു. ഇതിനിടെ ആണെങ്കിൽ മാപ്പ് തെറ്റി ചെറിയ ടൗണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടെ ജോയലിന് ചെറുതായി പേടിയാവുന്നുണ്ട്. അതോടെ അവർ ഒന്നും ചിന്തിക്കാതെ മുന്നോട്ട് പോവുകയും ഇതിനിടെ ഫെഡറ പട്ടാളത്തിന്റെ ബോർഡ് കണ്ട് എല്ലി നിർത്താൻ പറയുകയും ഇതിനിടെ പട്ടാളക്കാരൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ എല്ലി പറയുമ്പോൾ മുന്നിൽ നിന്നൊരുത്തൻ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് വരികയും അതോടെ ജോയൽ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞ് വണ്ടി ചാവുട്ടി അങ്ങ് എടുക്കുകയും അതോടെ അവൻ അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ആണെങ്കിൽ മുകളിൽ നിന്നൊരുത്തൻ വിൻഷീൽഡിന് നേരെ കല്ലെറിഞ്ഞ് പൊട്ടിക്കുകയും ഇതിനിടെ ജോയൽ വണ്ടി ചാവുട്ടി വിടുമ്പോൾ അവിടെയുള്ള ആണിയിൽ കയറി വണ്ടിയുടെ ടയർ 4 പൊട്ടിപ്പോവുകയും എന്നാൽ ഇതിനിടെ ഒരുത്തൻ വണ്ടിക്ക് നേരെ വെടി വെക്കുകയും ചെയ്യുമ്പോൾ ജോയൽ നേരെ അടുത്തുള്ള ഒരു
ബിൽഡിങ്ങിലേക്ക് വണ്ടി ഓടിച്ചങ്ങ് കയറ്റുന്നു. ഇതിനിടെയാണെങ്കിൽ വണ്ടിക്ക് നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടെ ജോയലും എല്ലിയും വണ്ടിയിൽ നിന്നും ഇറങ്ങി വെടികൊള്ളാതിരിക്കാൻ വണ്ടിക്ക് ചേർന്ന് നിൽക്കുകയും ഇതിനിടെ ജോയൽ വണ്ടിയിൽ നിന്നും ഗണ്ണെടുത്ത് റീലോഡൊക്കെ ചെയ്ത് റെഡിയാവുകയും ഇതിനിടെ ജോയൽ ഞാൻ പറയുമ്പോൾ ആ പൊളിഞ്ഞ സ്ഥലത്തൂടെ ഉള്ളിലേക്ക് കയറണം, ഞാൻ പറയാതെ നീ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞ് അവളോട് ഉള്ളിൽ പോകാൻ പറയുകയും ഇതിനിടെ അവൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജോയൽ അവർക്ക് നേരെ വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടെ എല്ലി പേടിച്ച് ഉള്ളിൽ നിൽക്കുകയാണ്. എന്നാൽ ഇതിനിടെ ജോയൽ ഒരുത്തനെ വെടിവെച്ചങ്ങിടുകയും അവിടെ നിന്ന് മാറി വിളിക്കുകയും ചെയ്യുന്നു. അതോടെ ഒരുത്തൻ ജോയലിനെ നോക്കി വരികയും ഇതിനിടെ അവൻ അടുത്തെത്തുന്നതോടെ അവനെ ജോയൽ വെടിവെച്ചങ്ങ് പൊട്ടിക്കുകയും അതോടെ ജോയൽ ഗൺ റീലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരുത്തൻ വരികയും അതോടെ അവർ തമ്മിൽ നല്ല ഒരു ഫൈറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ അവൻ ജോയലിനെ തട്ടി താഴെ ഇടുകയും ജോയലിന്റെ കഴുത്തിന് ഗണ്ണ് വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. എന്നാൽ ഇതേ സമയം എല്ലി അവൾ ഒളിപ്പിച്ചു വെച്ച ഗണ്ണെടുക്കുകയും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ജോയലിനെ അവൻ കൊല്ലാൻ നോക്കുകയാണ്. അതോടെ അവൾ ഒന്നും ചിന്തിക്കാതെ അവനിട്ട് നേരെ ഒരെണ്ണം പൊട്ടിക്കുകയും അതോടെ ജോയൽ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതോടെ എല്ലി വീണ്ടും വെടിവെച്ചവന്റെ നേരെ തോക്ക് പിടിക്കുമ്പോൾ ഇനി വെക്കല്ലേ, ഞാനിനി നിങ്ങളെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ നല്ലവരാണെന്ന് എന്റെ ആൾക്കാരോട് പറയാമെന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടെ അത് കണ്ടതും എല്ലിക്ക് എന്തോ പോലെ ആവുകയും ഇതിനിടെ അവൻ എന്റെ അമ്മ ഇവിടെ അടുത്തുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് ആക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ജോയൽ എണീക്കുന്നത് കണ്ട് എന്നെ ഒന്നും ചെയ്യല്ലേ, നമുക്ക് ഫ്രണ്ട്സ് ആവാം, എന്റെ പേര് ബ്രയാനാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ കരയുമ്പോൾ ജോയൽ ആ ഗണ്ണ് എല്ലിയിൽ നിന്നും മേടിച്ചെടുക്കുകയും അവളോട് ഉള്ളിലേക്ക് പോവാൻ പറയുന്നതോടെ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് മറ്റവൻ കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതോടെ എല്ലി അതൊന്നും കേൾക്കാതെ ഉള്ളിലേക്ക് പോവുകയും ഇതിനിടെ അവനെ കൊല്ലുന്ന സൗണ്ട് എല്ലി കേൾക്കുകയും അതോടെ അവൾക്ക് വിഷമമാവുകയും ചെയ്യുന്നു. അതോടെ എല്ലാം കഴിഞ്ഞ് ജോയൽ അവളെ വിളിക്കുകയും എനിക്ക് ഓട്ടയിലൂടെ കയറി വരാൻ പറ്റില്ല എന്ന് ജോയൽ പറയുകയും അതോടെ അവൾ അടുത്തുള്ള വാതിൽ തുറന്നു കൊടുക്കുകയും ഇതിനിടെ ജോയൽ ഉള്ളിൽ കയറിയ ഉടനെ അത് അടക്കുകയും ചെയ്യുന്നു. ശേഷം ജോയൽ അവളുടെ മുഖം ശ്രദ്ധിക്കുമ്പോൾ അവൾ വല്ലാതെയാണ് ഇരിക്കുന്നത്. ശേഷം അവർ മറ്റവന്റെ ആള് വരുന്നതിന് മുന്നേ അവിടെ നിന്നും സ്ഥലം വിട്ട് മാറിപ്പോവാൻ നോക്കുകയാണ്. ഇതിനിടെ ജോയൽ അതിലൂടെയൊക്കെ ഒളിച്ചു പോകുമ്പോൾ ജോയൽ കൊന്ന ബ്രയാന്റെ ആൾക്കാർ ബ്രയാനെ വിളിച്ച് പോകുന്നത് ജോയൽ കാണുന്നുണ്ട്. അതോടെ ജോയൽ അവരൊന്നും കാണാതെ മറ്റൊരു ബിൽഡിംഗിലേക്ക് കയറി ഒളിച്ചു പോകുന്നു. ശേഷം കാണിക്കുന്നത് കാത്തറിൻ എന്നൊരു പെണ്ണിനെയാണ്. ഇവളൊക്കെ കൂടിയാണ് ഫെഡ്ര പട്ടാളത്തിന്റെ ഈ ഒരു സ്ഥലം കയ്യേറിയത്. ഇവര് ഫയർഫ്ലൈസോ ഫെഡ്രയോ ഒന്നുമല്ല, ഇവര് സാധാരണ ഗുണ്ടയെ പോലത്തെ ജനങ്ങളാണ്. ഇവളിപ്പോൾ ഫെഡ്രയിലെ ഒരു ഡോക്ടറെ പിടിച്ചു വെച്ച് ഹെൻറി എവിടെ, എന്റെ അനുജനെ കൊന്ന ഹെൻറി എവിടെ എന്ന് പറഞ്ഞ് അവൾ ചൂടാവുകയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്നൊക്കെ അവൾ പറയുമ്പോൾ നീ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ ഡോക്ടർ പറയുകയും ഹെൻറി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഡോക്ടർ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയമാണെങ്കിൽ പുറത്തുനിന്ന് എന്തോ ശബ്ദം കേൾക്കുകയും അതോടെ കാത്തറിൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവരുടെ ഗ്യാങ്ങിലുള്ള 3 പേരെ ആരോ ഒന്നിട്ടിരിക്കുകയാണ്. ഇവരെയാണ് ജോയൽ കൊന്നത്. എന്നാൽ ഇതിനിടെ കാത്തറിന്റെ ആൾക്കാർ കുറച്ചു മുന്നേ അവിടെ നിന്നും വെടിവെപ്പൊക്കെ ഏട്ടായിരുന്നു. ആരാണ് കൊന്നതെന്നോ ഒന്നും ആർക്കും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ കാത്തറിന് ദേഷ്യം പിടിക്കുകയും ഇതൊക്കെ ചെയ്തത് ഹെൻറി ആണെന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഇനി ഹെൻറി ആരാണെന്ന് ഇതുവരെ കഥയിൽ കാണിച്ചിട്ടില്ല, ഉടനെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ കാത്തറിൻ കരുതുന്നത് ഹെൻറി പുറത്തുനിന്ന് ഫെഡ്രയെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ഒളിച്ചു നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതോടെ കാത്തറിൻ പുറത്തേക്ക് പോയി ഹെൻറിയെ കണ്ടുപിടിച്ച് ഉടനെ കൊല്ലണമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വണ്ടിയെടുത്ത് ഹെൻറിയെ തപ്പി ഇറങ്ങുകയും എല്ലാ ബിൽഡിങ്ങിലും കയറി എല്ലായിടത്തും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ ജോയൽ ഒളിച്ചു നിന്ന് ഒരു ബിൽഡിങ്ങിൽ നിന്നും കാണുകയും ഇതിനിടെ എല്ലി ഇവരൊക്കെ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ സാധാരണക്കാർ, ഒരു ഗ്യാങ് ആയതാണെന്നൊക്കെ ജോയൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം ജോയൽ അവരൊക്കെ പോയി മറ്റൊരു ബിൽഡിങ്ങിലേക്ക് കയറാൻ അവിടെ കാത്ത് ഇരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ആണെങ്കിൽ ജോയൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് എല്ലിയോട് ചോദിക്കുകയും നേരത്തെ വെടിവെക്കേണ്ട സാഹചര്യം വന്നതിൽ അവളോട് സോറി പറയുകയും അവൻ വരുന്നത് ഞാൻ കണ്ടില്ല എന്നൊക്കെ ജോയൽ പറയുമ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ എല്ലി പറയുകയും ഇതിനിടെ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ജോയൽ പറയുകയും ഒരുത്തനെ കൊല്ലുമ്പോഴുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാമെന്ന് ജോയൽ പറയുമ്പോൾ അതോർത്ത് എല്ലിയുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നതും അവളത് തുടച്ചു കളഞ്ഞ് അതിന്റെ ആദ്യത്തെ തവണയൊന്നുമല്ല എന്ന് എല്ലി പറയുമ്പോൾ ജോയൽ അവളുടെ കയ്യിൽ നിന്നും മേടിച്ച ഗണ്ണ് അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ശേഷം അതങ്ങനെ യൂസ് ചെയ്യാമെന്നും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതോടെ അവൾക്ക് സന്തോഷമാവുന്നു. ശേഷം അവർ മറ്റേ ബിൽഡിങ്ങിലേക്ക് പോവാൻ റെഡിയാവുകയും വാതിൽ തുറന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് കാത്തറിനെയാണ്. കാത്തറിൻ ടൗൺ മുഴുവനും ഹെൻറി എന്ന് പറഞ്ഞവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീമിലെ ഒരുത്തൻ ഹെൻറി താമസിച്ച സ്ഥലം കണ്ടെത്തിയെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി സ്ഥലം കാണിച്ചു കൊടുക്കുകയും അതോടെ അവിടെയുള്ള ഫുഡ് തീർന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയതെന്നും അവൾക്ക് മനസ്സിലാവുന്നു. അതോടെ അവൾ കൂടെയുള്ളവരോട് ടൗൺ മുഴുവൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് പറയുകയും അവൻ ഭക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങിയതാവുമെന്നും അവൾ പറയുമ്പോൾ അതിലും സീരിയസ് കാര്യമുണ്ടെന്ന് പറഞ്ഞ് കൂടെയുള്ളവൻ അവളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഇതിനിടെ ഭൂമിക്കടിയിൽ മുഴുവൻ സോംബീസ് ഉള്ളതായി അവൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഒരുപാട് കാലം ഫംഗസ് പിടിച്ച് ഫംഗസ് വളർന്ന് സോംബീസ് ഒക്കെ ഭീകരന്മാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ അവരുടെ സൗണ്ട് കേട്ട് അവിടെ പിളരാൻ തുടങ്ങുകയും ഇതിനിടെ അവർ പുറത്തേക്കിറങ്ങി വാതിലടക്കുകയും ചെയ്യുന്നു. ശേഷം കൂടെയുള്ളവൻ ഇതിനെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ നശിപ്പിക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവുമെന്ന് അവൻ പറയുമ്പോൾ ഹെൻറിയെ കണ്ടുപിടിച്ചതിന് ശേഷം ഇത് തീർക്കാമെന്ന് പറയുകയും ബിൽഡിംഗ് അടച്ചുപൂട്ടാൻ പറയുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ജോയലിനെയും എല്ലിയുമാണ്. അവരൊരു ബിൽഡിംഗിലേക്ക് കഷ്ടപ്പെട്ട് കയറുകയും ശേഷം കോണിപ്പടി വഴി 33-ാം നിലയിലേക്ക് പോവുകയും ഇതിനിടെ ജോയൽ തളർന്ന് ഒരു വഴിയാവുമ്പോൾ ഇങ്ങനെ മടി കാണിക്കല്ലേ, എണീറ്റ് വായെന്നൊക്കെ എല്ലി പറയുമ്പോൾ എടി കുരിപ്പേ, എനിക്ക് 56 വയസ്സുണ്ട്, എന്നിട്ടാണ് ഞാൻ ഇതൊക്കെ കയറി വന്നത്, നിനക്കൊക്കെ 50 ആവുമ്പോഴേക്കും 2 നില പോലും കയറാൻ പറ്റില്ല എന്നൊക്കെ
ജോയൽ പറയുകയും ശേഷം അവിടെയുള്ള വാതിലിലുള്ള ഷില്ലൊക്കെ പൊളിച്ചിട്ട് അവിടെ വെതറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എല്ലി ചോദിക്കുകയും ഇതിനിടെ ആരെങ്കിലും കയറി വന്നാൽ അറിയാനാണെന്ന് ജോയൽ പറയുകയും ചെയ്യുന്നു. ശേഷം ജോയൽ പണിയൊക്കെ തീർത്ത് ഉറങ്ങാൻ കിടക്കുകയും ഇതിനിടെ ജോയൽ നീ നേരത്തെ പറഞ്ഞില്ല നീ ഇതിനു മുന്നേയും ഒരാളെ കൊന്നിട്ടുണ്ടെന്ന്, അത് ആരെയാണെന്ന് ജോയൽ ചോദിക്കുമ്പോൾ അത് ഞാൻ പറയില്ല എന്ന് എല്ലി പറയുകയും അതോടെ നീ എന്നാ പറയണ്ട എന്ന് ജോയലും പറയുന്നു. അങ്ങനെ ജോയൽ ഉറങ്ങാൻ പോയതും എല്ലി ഒരു കോമഡി പറയുകയും അതോടെ അത് കേട്ട് വർഷങ്ങൾക്ക് ശേഷം ജോയൽ എന്ന് ചിരിക്കുകയും ചെയ്യുന്നു. ശേഷം അവർ ഒരുപാട് തമാശകളൊക്കെ പറയുകയും ചിരിച്ച് ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ശേഷം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ജോയലിനെ എല്ലി വിളിച്ചുണർത്തുകയും ഇതിനിടെ നോക്കുമ്പോൾ അവൾക്ക് നേരെ ആരോ തോക്ക് ചൂണ്ടിയിരിക്കുകയാണ്. അതോടെ ജോയൽ ചാടി എണീക്കുമ്പോൾ അവന് നേരെയും ആരോ തോക്ക് ചൂണ്ടിയത് കാണുകയും അതോടെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ആർ എൻ.